നമസ്കാരം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ ചലനം മനുഷ്യ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്ന് തന്നെ പറയാം. ഫെബ്രുവരി 20 ബുധൻ കുംഭം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. ബുധൻ അതിന്റെ ജ്വലനാവസ്ഥയിൽ കുംഭത്തിൽ പ്രവേശിക്കുന്നതാകുന്നു. അതേസമയം സൂര്യനും ശനിയും ഇതിനകം കുംഭത്തിൽ തന്നെ നിലകൊള്ളുന്നുമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ സൂര്യനും ബുധനും ചേർന്ന് കുംഭത്തിൽ ബുധാദിത്യ യോഗം രൂപപ്പെടുത്തുന്നതാകുന്നു. കുംഭത്തിൽ ബുധന്റെയും ശനിയുടെയും സംയോഗവും ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹനിലകൾക്കിടയിൽ ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ, അപാരമായ നേട്ടങ്ങൾ വന്ന് ചേരാൻ പോവുകയാണ്. ബുധനുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും എന്ന് തന്നെ പറയാം. ഏതെല്ലാമാണ് ഈ രാശിക്കാർ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് പുരോഗതിയുടെയും വിജയത്തിന്റെയും സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ചില വരുമാന സ്രോതസ്സുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ സമയം വരുമാന സ്രോതസ്സുകൾ മികച്ചതായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബുധന്റെ ഈ സംക്രമണം നിങ്ങൾക്ക് പുരോഗതി നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. കൂടാതെ വിജയവും നൽകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം പങ്കാളിയുമായി നിങ്ങളുടെ ബന്ധം വളരെ ശക്തമായി തന്നെ തീരും. കൂടാതെ ഈ സമയം പങ്കാളിയുമായുള്ള ബന്ധം, സ്നേഹം, സഹകരണം എന്നിവ വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. ഈ സമയം ആരെങ്കിലുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ബുധൻ, സൂര്യൻ, ശനി എന്നിവ ഒരുമിച്ച് നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. പൂർവികമായ സ്വത്തുക്കൾ, നിങ്ങൾ അതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം വ്യാപാരികളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ എതിരാളികൾക്ക് കടുത്ത മത്സരങ്ങൾ നൽകുവാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ കാലയളവിൽ ഓരോ ഘട്ടത്തിലും പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ സമയം സ്നേഹബന്ധം, കൂടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സ്നേഹബന്ധം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാർക്ക് ബുധന്റെ സംക്രമണം പ്രത്യേകിച്ചും വളരെയധികം ലാഭവും വിജയവും നൽകുക തന്നെ ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും പരിപൂർണമായ പിന്തുണ ജോലിസ്ഥലത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സാമ്പത്തികമായി ഈ ഗ്രഹസംഗമം നിങ്ങൾക്ക് വളരെ ശുഭകരമായി തന്നെ തീരും. ലാഭം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ കാലയളവിൽ നല്ലൊരു തുക ലാഭിക്കുവാൻ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തൊഴിൽ ചെയ്യുന്നവരാണ് എങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് ഉയർച്ച, പുരോഗതി എന്നിവ കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കൂടി സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ സമയം ഏറ്റവും അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക.
മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും മീനം രാശിക്കാർക്ക് ശുഭകരമായി തന്നെ മാറും ഈ സമയം എന്ന് മനസ്സിലാക്കുക. ഈ കാലയളവിൽ ബുധൻ, സൂര്യൻ, ശനി എന്നിവ ഒരുമിച്ച് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. കൂടാതെ ഈ കാലയളവിൽ നിങ്ങൾ വളരെ സന്തോഷവാനും അതേപോലെ തന്നെ സംതൃപ്തിയും ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രമോഷൻ വരെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പൂർവികമായ സ്വത്തുകളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ, ലാഭം വർദ്ധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും. കുടുംബകാര്യങ്ങളിലും ഈ സംക്രമണം നിങ്ങളെ വളരെയധികം സഹായിക്കും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഏറ്റവും മികച്ചതായി തീരും. ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ ദിവസം വളരെ മികച്ചതായി തീരും. കൂടാതെ ചില ചെറിയ അസുഖങ്ങൾ അലട്ടുവാനുള്ള സാധ്യത ഉണ്ട്. അതൊഴിച്ചു നിർത്തുകയാണ് എങ്കിൽ ആരോഗ്യം മികച്ചതായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായി ചില യാത്രകൾ, ദീർഘദൂര യാത്രകൾ നടത്തേണ്ടതായി വരാം. ആ യാത്രകളുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം യാത്രകൾ വിജയം സമ്മാനിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. സാമ്പത്തികപരമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരം കൂടിയാണ് ഇത്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതേപോലെ ആരോഗ്യവും ഈ സമയം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ നൽകുക തന്നെ ചെയ്യും.